സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഖബർസ്ഥാനിൻ്റെ സമീപം നിൽക്കുമ്പോൾ ഒരു ഖബറിൽ നിന്നൊരു നിലവിളി കേൾക്കുന്നു. അൽ അമാൻ അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അല്ലയോ നബിയെ, ഞാനിവിടെ ഖബർ ശിക്ഷ അനുഭവിക്കുകയാണ്. തീവ്രമായ വേദനയാണ്. അതുകൊണ്ട് അവിടുന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് ഖബറാളി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇതാരുടെ ഖബറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നില്ല. അങ്ങനെ സഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ സൽമാൻ, മദീന നിവാസികളോട് അവരവരുടെ ബന്ധുക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അവരോടൊന്ന് അറിയിപ്പ് കൊടുക്കണേ എന്ന് പറയുകയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു മദീന നിവാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിയിപ്പ് അറിയിച്ചപ്പോൾ ആ മദീന നിവാസികൾ അവരവരുടെ ബന്ധുക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുവാൻ വേണ്ടി ആ ഖബർസ്ഥാൻ്റെ സമീപത്തേക്ക് വരുന്നു. അല്പനേരം കാത്തിരുന്നു. പക്ഷേ ആ നിലവിളി കേട്ട ഖബറിൻ്റെ അടുക്കലേക്ക് ആരും വരുന്നില്ല. അല്പം കഴിഞ്ഞപ്പോഴുണ്ട്, വേച്ച് നടന്നുകൊണ്ട് ഒരു സ്ത്രീ ആ ഖബറിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, ഇതാരുടെ ഖബറാണ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇതെൻ്റെ മകൻ്റെ ഖബറാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആ മകൻ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? ആ മകൻ്റെ സമീപനങ്ങൾ എങ്ങനെയായിരുന്നു? ഉമ്മ പറഞ്ഞു, നല്ല മോനായിരുന്നു, നല്ല സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു ദിവസം അയാൾ മദ്യപിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് എന്നെ മർദ്ദിച്ചു. കള്ള് തലയ്ക്ക് കയറി ബോധമില്ലാതെ എന്നെ വേദനിപ്പിച്ച് കളഞ്ഞു. അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല, മറക്കാനും പറ്റില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറാളിയുടെ വേദനാജനകമായ ആ നിലവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളോട് കാണിച്ച ആ അപമര്യാദ കൂടി പുറത്തു കൊടുക്കാമോ? അയാൾ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് കഴിയുന്നത്. ഉമ്മ പറഞ്ഞു, ഇല്ല, അതുമാത്രം പൊറുക്കാൻ എനിക്ക് പറ്റില്ല, ഞാനത് പൊരുത്തപ്പെടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും അവിടെ തങ്ങുകയാണ്. അവിടുന്ന് മുഅ്ജിസത്തിൻ്റെ കേൾവിശക്തി കൊണ്ട് ആ ഖബറാളിയുടെ തേങ്ങൽ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറാളിയുടെ നിലവിളികൾ ഈ ഉമ്മയെ കൂടി കേൾപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ആ ഉമ്മ തൻ്റെ മകൻ്റെ നിലവിളി കേൾക്കുന്നു. അൽ അമാൻ അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ് അന്നാറു അൻ യമീനി വഅൻ ശിമാലി. അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എൻ്റെ 4 ഭാഗത്തു നിന്നും തീ കത്തി അമർന്നിരിക്കുകയാണ്. എനിക്ക് വല്ലാത്ത വിഷമഘട്ടത്തിലാണ്. അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് ഖബറാളി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കേണപേക്ഷിക്കുകയാണ്. ആ ഖബറാളിയായ മകൻ്റെ ബർസഖിയായ ലോകത്തു നിന്നുള്ള നിലവിളികളും തേങ്ങലുകളും കേട്ടപ്പോൾ ഉമ്മയുടെ മനസ്സലിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആ ഉമ്മ തൻ്റെ മകന് വേണ്ടി പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ്, മാപ്പ് കൊടുക്കുകയാണ്. അതോടുകൂടി ഖബറിലെ സ്ഥിതിവിശേഷം മാറി, രംഗം മാറിമറിഞ്ഞു. ഖബറാളിക്ക് സന്തോഷങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. ഖബറാളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ജസാക്കല്ലാഹു യാ റസൂലല്ലാഹ്. അല്ലയോ നബിയെ, അങ്ങേക്ക് അല്ലാഹു തആല നന്മ പ്രദാനം ചെയ്യുമാറാകട്ടെ. മദ്യപാനി മദ്യപാനത്തിലേർപ്പെടുമ്പോൾ അവൻ്റെ ഈമാൻ ഊരിയെടുക്കപ്പെടുന്നതാണ്. അവൻ്റെ ഈമാനിൻ്റെ പ്രകാശം മങ്ങി നശിച്ചു പോകുന്നതാണ്, കുറയുന്നതാണ്. ദുനിയാവിൽ അവൻ നശിക്കുന്നതിന് പുറമെ ബർസഖി ജീവിതത്തിലും അവൻ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നതാണ്. മദ്യപാനിയുടെയും വ്യഭിചാരിയുടെയും ഖബർ ജീവിതം വളരെ അപകടകരമാണ്. ഈ സംഭവം ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫൈലുൽ ഹാഫിൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.